നമ്മുടെ ഫേസിന്റെ അട്രാക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ സിമെട്രി. അതായത് നമ്മുടെ ഫേസ് എത്രത്തോളം സിമെട്രിക് ആണെന്നുള്ള കാര്യം. നമ്മുടെ എല്ലാവരുടെയും ഫേസ് കറക്റ്റ് സിമെട്രിക് അല്ല. നമുക്ക് എത്രത്തോളം സിമെട്രിക് ആണോ അത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഫേസ്. അപ്പം എല്ലാവർക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട്. ചിലർക്ക് ഡബിൾ ജിൻ കാണും, ചിലരുടെ ഒരു സൈഡ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും, ഒരു സൈഡ് ഭയങ്കര വീക്ക് ആയിരിക്കും. സോ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരും. ചിലർക്ക് ചെറിയ രീതിയിലേക്ക് അസിമെട്രി കാണത്തുള്ളൂ, പക്ഷേ എന്നാൽ ചിലർക്ക് ഭയങ്കര എക്സ്റ്റെൻഡ് കാണും. ഈ ഭയങ്കര എക്സ്റ്റെൻഡ് വരുന്ന കൂടുതലും ജന്മന വരുന്നതായിരിക്കും. അതായത് അവരുടെ ജോയുടെ ലൊക്കേഷൻ ചെറുതായിട്ട് മാറിയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയതിനു ശേഷം അവരുടെ ജോയുടെ ലൊക്കേഷൻ മാറി. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാറ്റാൻ നോക്കും. അല്ല എന്റെ ഫേസ് ചെറിയ രീതി അസിമെട്രിക് ആണ്, അതുകൊണ്ട് എന്തെങ്കിലും രീതി ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്, അല്ലാത്തവർക്ക് പറ്റിയതല്ല. സോ വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജസ്റ്റ് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ്, ഫേസ് കുറച്ചുകൂടി സിമെട്രിക് ആണെന്നുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രൊഫഷണൽ വർക്ക് അല്ല, ഇത് സർജിക്കൽ വർക്ക് പോലെയല്ല, പ്രൊഫഷണൽ വർക്ക് അല്ല. സോ ഒരിക്കലും അതുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് ജസ്റ്റ് ഇല്യൂഷൻ മാത്രമാണ്. നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടെ ഇങ്ങനെ അട്രാക്റ്റീവ് ആക്കാൻ ആ ഒരു സെൻസിൽ എടുക്കാൻ മതി. ഒന്നാമത്തെ കാര്യം ഹെയർ കട്ട്. നമ്മുടെ ആരുടെയും ഫേസ് സിമെട്രിക് അല്ല. അപ്പൊ നമ്മുടെ ഫേസ് കുറച്ചുകൂടി സിമെട്രിക് ആയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ് നമ്മുടെ ഹെയർ കട്ട്. നിങ്ങളുടെ സൈഡൊക്കെ നല്ല രീതിയിൽ ടേപ്പേർഡ് ചെയ്ത് വെക്കുന്ന തന്നെ ഒരു സിമെട്രിക് ലുക്ക് കിട്ടാൻ തന്നെ അതിന്റെ പിന്നിലുള്ള ഐഡിയ അത് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ഷേപ്പിന് ചെയ്യുന്ന ടൈപ്പ് ഹെയർ കട്ട് എടുത്താൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, ഏറ്റവും സിമെട്രിക് നല്ല പക്കായിട്ടിരിക്കും. അതുകൊണ്ട് കണ്ട ഹെയർ കട്ട് ഒന്നും എടുക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ നെറ്റിയുടെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഐബ്രോസ് ഉണ്ട്. ഏതൊക്കെ മോഡൽ എടുക്കുമോ, ഹൈ ലെവലിൽ നിൽക്കുന്ന മോഡൽ, ഏറ്റവും അട്രാക്റ്റീവ് ആയ മോഡൽസിനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഐബ്രോസ് ശ്രദ്ധിച്ചാൽ മതി, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസ് ആണ്. അപ്പോൾ സിമെട്രിക് ആയിരിക്കും. നമ്മുടെ ഹെയർ കട്ട് എത്രത്തോളം നമ്മുടെ ഫേസിനെ സിമെട്രിക് ആക്കുന്നു അതേ സെയിം എഫക്റ്റ് ആണ് നമ്മുടെ ഐബ്രോസിനുള്ളത്. അപ്പം നല്ല ഡിഫൈൻഡ് ആയിട്ട് കറക്റ്റ് ഷേപ്പുള്ള ഐബ്രോസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് യൂണിബ്രോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്ലക്ക് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ആർച്ച് അതൊക്കെ പക്കാക്കുക, നിങ്ങൾ എൻഡിങ് ഒക്കെ പക്കാക്കുക. ഓവർ എക്സസ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ ട്രിം ചെയ്ത് കളയുക, അത് ചെയ്യുക. നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. പ്രൊഫഷണൽ ആയിട്ടുള്ള ബാർബർ ഷോപ്പിൽ കൊണ്ടുപോവുക. ഇപ്പം പണി അറിയാവുന്നതുകൊണ്ടെങ്കിൽ തന്നെ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ നമുക്ക് സൂപ്പർ പണി തരും. പെമ്പിളാർ ചെയ്യുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി കളയുന്ന നമ്മുടെ ആംപ്ലർ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസ് ആണ്. സോ അങ്ങനെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെൻസിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു പേന എടുക്കുക, നിങ്ങളെ മൂക്കിന്റെ ഈ പാലത്തിൽ നിന്ന് മേളിലോട്ട് വെക്കുക. അപ്പം ഈ പേനയുടെ സൈഡിലോട്ട് കിടക്കുന്ന എല്ലാം പ്ലക്ക് ചെയ്ത് കളയുക. അതിനുശേഷമുള്ളതാണ് നിങ്ങളുടെ കറക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതേപോലെ തന്നെ ആ പൊസിഷനിൽ നിന്ന് കണ്ണിന്റെ അറ്റത്തേക്ക് കൊണ്ടുവരിക. ആ എൻഡ് ചെയ്യുന്ന ആ ഭാഗത്താണ് നിങ്ങൾ ഐബ്രോസ് എൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ പേന എടുത്ത് നിങ്ങൾ മൂക്കിന്റെ ടിപ്പിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ കൃഷ്ണമണിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ആംഗിളിലോട്ട് നോക്കുക. അപ്പം ഈ കൃഷ്ണമണിയുടെ ആംഗിളിൽ ഈ പേന എങ്ങോട്ട് പോകണം, ആ എൻഡിലായിരിക്കും നിങ്ങളുടെ ആർച്ച് വരേണ്ടത്. സോ അതുപോലെ തന്നെ നിങ്ങൾ കേർവ് ആയിട്ടിരിക്കുന്ന ആർച്ചാണെങ്കിൽ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി അത് പക്കായിട്ട് ചെയ്തു തരും. ഞാൻ പറഞ്ഞവനെ പണി അറിയാവുന്നവനെ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ സൂപ്പർ പണി തരും. നിങ്ങൾക്ക് ഈ ഐബ്രോസിനൊന്നും ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മൂന്നാമത്തെ കാര്യം ചെയ്യാൻ നിങ്ങൾ സൺഗ്ലാസസ് ധരിക്കുക. സൺഗ്ലാസ് എന്ന് പറയുമ്പോൾ പക്കാ തിളങ്ങുന്ന കൂളിംഗ് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ സാധാരണ കണ്ണാടി ഇട്ടാൽ മതി. പവർ ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ പ്ലെയിൻ ഗ്ലാസ് ഇട്ടാലും മതി. ഈ ഗ്ലാസസിന്റെ പ്രത്യേകത വെച്ചാൽ അവർ ഓൾറെഡി ഈ കണ്ണാടികളൊക്കെ നല്ല സിമെട്രിക് ആണ്. അപ്പൊ നമ്മുടെ ഫേസ് ഒന്നുകൂടെ സിമെട്രിക് ആയിട്ടുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ഇല്യൂഷൻ ബേസ്ഡ് ആണ്. നാലാമത്തെ കാര്യം, കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ ചീക്ക് ബോൺസ്. എന്നെ പോലെ വണ്ണുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചീക്ക് ബോൺസ് കാണാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ബോഡി ഫാറ്റ് കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീക്ക് ബോൺസ് കാണാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ചീക്ക് ബോൺസ് ആണെങ്കിൽ കുറച്ചുകൂടി മാസ്കുലിൻ ആയിട്ട് കാണിക്കും, ഫേസ് കുറച്ചുകൂടി സിമെട്രിക് ആയിട്ട് കാണിക്കും. സോ അങ്ങനെ ഇല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ താടിയുടെ മേളത്തെ ഭാഗം ഉണ്ടല്ലോ, അതിന് മേളിലോട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്യുക. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പ് നിങ്ങളുടെ താടിക്ക് കൊടുക്കുക. സോ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ട് കിടക്കുമ്പോൾ ഈ ചീക്ക് ബോൺസ് എടുത്ത് കാണിക്കും, എടുത്ത് നിൽക്കും. അതുകൊണ്ട് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഫേസ് ഷേപ്പ് ഉള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് നാലാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ താടിയുടെ ഭാഗത്ത് നിന്ന് താടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താടി കീപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ താടിയുടെ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇംപെർഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്റ്റെൻഡിൽ ഈ താടി അത് ഹൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡബിൾ ചിന്നൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുത്തിൽ തൊട്ട് മേളിലായിട്ട് കറക്റ്റ് രീതിയിൽ താഴത്തെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, താടിയുടെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡബിൾ ചിന്നിന്റെ എഫക്റ്റ് ഒന്ന് കുറച്ച് കാണിക്കും. അത് നല്ലൊരു എഫക്റ്റിൽ നിങ്ങൾ ജോയുടെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ടുള്ള ജോ ഉള്ള കണക്ക് തോന്നി. പ്രത്യേകിച്ച് നല്ല കട്ടി താടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ജോ ഉള്ള കണക്ക് കാണിക്കും. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജോ ലൈൻ കാണത്തില്ല. ആറാമത്തെ കാര്യം, നിങ്ങളുടെ ടങ്ങിന്റെ പൊസിഷൻ. അതായത് മ്യൂയിങ് എന്ന് പറയും. നമ്മൾ ഈ ഒട്ടുമിക്ക താടി ചില ഉള്ളിലോട്ടായിരിക്കും, ചിലരുടെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ഈ മൗത്ത് ബ്രീത്തേഴ്സിനാണ് ഈ പ്രശ്നം കൂടുതലും വരുന്നത്. അതായത് അവരെ വായിൽ കൂടെ ആയിരിക്കും ശ്വാസം എടുക്കുന്നത്. നമ്മൾ സത്യത്തിൽ മൂക്കിൽ കൂടെയാണ് ശ്വാസം എടുക്കേണ്ടത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒട്ടുമിക്കവരും വായിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പൊ ഈ മൗത്ത് ബ്രീതിങ് കാരണമാണ് നമ്മുടെ ജോ ലൈൻ ഡെവലപ്പ് ആവാതെയും ഉള്ളിലോട്ടായി പോകുന്നത്. ഈ മ്യൂയിങ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടങ്ങിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി പിടിക്കുക. അതായത് നമ്മുടെ ടങ് താത്ത് വെക്കുമ്പോഴാണ് നമ്മൾ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നത്. പക്ഷേ എന്നാൽ നമ്മൾ വായുടെ റൂഫിന്റെ ആ ഭാഗത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജോ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ടിരിക്കും. അതായത് നമ്മുടെ ചിന്നിന്റെ താഴത്തെ ഭാഗത്തുള്ള ഫാറ്റ് കാണുമല്ലോ, കുറച്ച് ഫാറ്റ് അന്ന് അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പൊ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോ ഉള്ളതാണെന്ന് തോന്നും. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളുടെ താടി കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ട് വരും. പക്ഷേ ഇതിന് പിന്നിൽ പ്രൂവൺ റിസർച്ചുകളൊന്നുമില്ല. പക്ഷേ എന്നാൽ റിസൾട്ട്സ് കണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യണം. അതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ SPF യൂസ് ചെയ്യുക. ഞാൻ 2 കൊല്ലം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു SPF എന്തുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ സ്ട്രെസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം പണ്ടത്തെ കണക്കല്ല ഇപ്പോഴത്തെ കാലം സണ്ണിൽ നിന്ന് വരുന്ന ഡാമേജ് ഭയങ്കര കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ SPF കുറിച്ച് വീഡിയോ ഇട്ടപ്പം അതിൽ ആ കൂട്ടത്തിൽ തന്നെ ഒരു ഫോട്ടോനെ കാണിച്ചു. ആ ഫോട്ടോനെ വീണ്ടും കാണിക്കുകയാണ്. ഒരു ട്രക്ക് ഡ്രൈവർ, പുള്ളിക്കാരൻ ഒരു 30-40 വർഷമായിട്ട് ട്രക്ക് ഓടിക്കുകയാണ് SPF യൂസ് ചെയ്തില്ല. അപ്പം ഈ പുള്ളിയുടെ ഓൾഡ് ഏജ് എത്തിയപ്പോഴും ഒരു സൈഡ് ഭയങ്കരമായിട്ട് സാഗ് ആയി, ഭയങ്കരമായിട്ട് റിംഗ്ലി ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ സൺ ഡാമേജ് വരെയും ചെയ്ത് ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രായമായ കണക്ക് തോന്നി. അപ്പം ഇത് ഈ പുള്ളിക്കാരനെ വെച്ച് ഡോക്ടേഴ്സ് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയതാണ്. അപ്പം അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത് SPF ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ 2 ട്വിൻസ് ഉണ്ട്. ഒരാൾക്ക് സൺബാത്തിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ മറ്റേ ആൾ പലരും സൺബാത്തിങ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ സൺബാത്തിങ് കണ്ടിന്യൂസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആ പുള്ളിക്കാരിയുടെ സ്കിൻ ഭയങ്കരമായിട്ട് റിംഗ്ലി ആയി, ഭയങ്കരമായിട്ട് സാഗി ആയി, ഭയങ്കരമായിട്ട് ഓൾഡ് ഏജ് പോലെ തോന്നി. സോ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ SPF യൂസ് ചെയ്യണം. ഷോർട്ട് ടേം നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ റിസൾട്ട്സ് ഒന്നും കാണത്തില്ല. പക്ഷേ ലോങ് ടേമിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് അതിന്റെ ഗുണം മനസ്സിലാവും. ഒട്ടുമിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ നിങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ ഈ സൺ ഡാമേജ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ സൺ ബേൺസ് വരത്തില്ല, പകരം സൺ ടാൻ ആണ് വരുന്നത്. ചില സ്ഥലത്ത് സൺ ടാൻ, ചില സ്ഥലത്ത് സൺ ടാൻ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ടാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ കളറിന്റെ പിഗ്മെന്റേഷൻ വ്യത്യാസം വരുമ്പോഴത്തേക്കും ഒരു അസിമെട്രിക് ലുക്ക് ആയിരിക്കും. ആ അസിമെട്രിക് ലുക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് SPF യൂസ് ചെയ്ത് തന്നെ ഒരു എക്സ്റ്റെന്റ് വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വന്നതിന് ശേഷം ഞാൻ ഇന്ന ക്രീം ഇട്ടാൽ വെളുക്കും എന്ന് പറയുന്ന കാര്യമില്ല. സൺ ടാൻ മാറാതെ അത് മാറത്തില്ല. ഓക്കെ, ഞാൻ ഇന്ന് ഫെയർ ആൻഡ് ലവ്ലി മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ ഞാൻ വെളുക്കും, അല്ലെങ്കിൽ ഇന്ന ക്രീം മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും എന്നല്ല. നിങ്ങൾക്ക് കറക്റ്റ് ഒരു സ്കിൻ കെയർ റുട്ടീൻ വേണം. ആ സ്കിൻ കെയർ റുട്ടീനിൽ SPF വേണം. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ.